ഹലോ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ ഇൻ ദ കിച്ചൺ വിത്ത് ബിന്ദു. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇന്നൊരു സിമ്പിൾ ആൻഡ് ഈസി കറിയാണ്. അത് ചോറിനൂടെ കൂട്ടാൻ ഭയങ്കര ടേസ്റ്റാണ്. ഇതൊരു കറി ഉണ്ടെങ്കിൽ നമുക്ക് എത്ര ചോറ് വേണമെങ്കിലും ഉണ്ടാകും. അത്രയ്ക്കും നല്ല കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നൊന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടി ഒരു പടവലങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ഇവിടെ കിട്ടുന്ന പടവലങ്ങ അത്ര വലുതല്ല, എന്നാലും ഒരു മീഡിയം സൈസ് പടവലങ്ങയായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതും ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് അതിലിട്ടിട്ടുണ്ട്. ആ പടവലങ്ങയുടെ പകുതിയാണത്. അപ്പോൾ ബാക്കി പകുതിയാണ് ഞാൻ ഇതിന് വേണ്ടി നീളത്തിൽ അരിഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നൊരു 1/4 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഒരുവിധം വലിയ ചെമ്മീനാണ്, ഇവിടെ ചെറുതല്ല. ചെറിയ ചെമ്മീനാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക് വേണ്ടിയിട്ട്. അപ്പം ഞാനിങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. 1-2 അങ്ങനെ തന്നെ ഇട്ടു. ബാക്കിയെല്ലാം ഞാൻ ചെറുതായിട്ട് മുറിച്ചാണ് ഇട്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ കുഞ്ഞി ചെമ്മീൻ ഇതിനകത്തിട്ട് കറി വയ്ക്കുകയാണെങ്കിൽ ഇതിൽ ഭയങ്കര ടേസ്റ്റാണ്. പക്ഷേ ഇവിടെ അത് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ സാധാരണ ചെമ്മീൻ ഇതിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ കറിവേപ്പില ഇട്ടിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ഒരു ആവശ്യത്തിന് ഒരു കപ്പോളം വെള്ളം. കാരണം പടവലങ്ങയൊക്കെ വേകണമല്ലോ, അതിന് വേണ്ടിയിട്ട് അത് ഉപ്പാണ് ഞാനിപ്പോൾ ഇടുന്നത്. ഉപ്പിട്ടതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്തിട്ടാണ് നമ്മളിത് വേവിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ പടവലങ്ങ നീളത്തിൽ അരിഞ്ഞത്, 2 പച്ചമുളക് കീറിയത്, ചെറിയുള്ളി നന്നായിട്ട് അരിഞ്ഞത്, ചെറുതായിട്ട് അരിഞ്ഞതാണ്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെള്ളം, ഇത്രയും സാധനങ്ങളാണ് നമ്മളിപ്പോൾ ഇതിൽ ചേർത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാനിത് തീ കത്തിച്ച് അടുപ്പയിൽ വെച്ച് നന്നായിട്ടൊന്ന് ഒരുപാട് തീയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം വേഗം വറ്റിപ്പോവും, ഇതെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം തീയിൽ അല്ലെങ്കിൽ ഒരു മീഡിയം ബേണറിൽ വെച്ചാൽ മതി. ഇപ്പോൾ ഇത് നമ്മൾ അടുപ്പയിൽ വെച്ചിട്ടുണ്ട് വേകാൻ വേണ്ടി. അപ്പോൾ ഒരു 15 മിനിറ്റോളം എടുക്കും ഇത് വേകാൻ വേണ്ടിയിട്ട്. ഇത് അടുപ്പയിൽ വെച്ചതിന് ശേഷം ഇനി നമുക്കിതിനുള്ള വറുത്തരയ്ക്കാനുള്ള അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി പോവാം. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഇടയ്ക്കൊരു ഷോട്ട് എടുത്തതാണ്. ഒരു അരഭാഗം വേവായിട്ടുണ്ട്. നമുക്ക് ഞാൻ ആ സമയത്ത് ടേസ്റ്റ് ചെയ്ത് ഉപ്പ് ഇച്ചിരി കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ ഇനിയിപ്പം നമുക്ക് അരപ്പ് ചേർക്കുമ്പോൾ കുറച്ചും കൂടി ഉപ്പ് ചേർക്കേണ്ടി വരും. ഇനിയിപ്പോൾ ഈ കറിക്ക് ആവശ്യമുള്ള മസാല നമുക്കൊന്ന് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 3 ചെറിയുള്ളി അരിഞ്ഞത്. ഇവിടുത്തെ ചെറിയുള്ളി ഒരുവിധം വലുതാണ് കേട്ടോ. പിന്നെ വറ്റൽമുളക്, കറിവേപ്പില, ഇത്രയും സാധനങ്ങളാണ്. ഇത്തിരി എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ചീനച്ചട്ടി ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്കതൊന്ന് മൂപ്പിച്ചെടുക്കാം. സാധാരണ നമ്മൾ ഈ വറുത്തരച്ച കറികളൊക്കെ വെക്കണം അതേപോലെ തന്നെയാണ് കേട്ടോ ഇത് മൂപ്പിച്ചെടുക്കേണ്ടത്. ചെറിയ തീയിലിട്ടിട്ട് കരിഞ്ഞു പോവാണ്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് മൂപ്പിച്ച് എടുത്തു കഴിയുമ്പോഴത്തേക്കും നല്ല വെണ്ണ പോലെ നമുക്കിത് അരച്ചാണ് കറിയിൽ ചേർക്കണത്. ഏത് തീയിലൊക്കെ വെക്കണം ആ ഒരു രീതിക്കാണ്. ഇപ്പോൾ ഇതൊരുവിധമൊക്കെ എഡ്ജൊക്കെ മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ചെറിയുള്ളിയാണ് ആ വെളുത്ത് കിടക്കുന്നത്. അത് അത്രയ്ക്ക് നന്നായിട്ട് കളർ മാറിയിട്ടില്ല, പക്ഷേ തേങ്ങയൊക്കെ നന്നായിട്ട് കളർ മാറിയിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ നമുക്ക് വെണ്ണ പോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു ചെറിയ എമൗണ്ട് കേട്ടോ. അത് ഞാൻ അതിൻ്റെ വെള്ളം കൂടി ചേർത്തിട്ടാണ് ഞാനിത് വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് ഇതിലേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഈ സമയത്ത് നമുക്ക് ആവശ്യമുള്ള ഉപ്പും ഒന്ന് നോക്കിയിട്ട്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ കണ്ടോ, നന്നായിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിതിനകത്തേക്ക് വറുത്തിടാം കേട്ടോ, താളിച്ച് ചേർക്കാം. അതാണ് ഇതിന് വേണ്ടത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഉപ്പെല്ലാം നോക്കി എല്ലാം കറക്റ്റാണെന്നൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് താളിച്ചിടാം. അപ്പോൾ അത് എണ്ണ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് കടുകിട്ട് പൊട്ടുമ്പോഴേക്കും ചെറിയുള്ളി ഇടാം. പിന്നെ വറ്റൽമുളകോ അതുപോലെ തന്നെ കറിവേപ്പിലയോ നിങ്ങൾക്ക് ആവശ്യമുള്ള എന്ത് ഇട്ടാൽ അത് മൂപ്പിച്ച് നമുക്ക് ഈ കറിയിലേക്ക് ചേർക്കാം കേട്ടോ. ഇതിനകത്ത് ഈ പടവലങ്ങയുടെ അകത്ത് നമ്മൾ ചെമ്മീനും കൂടി ചേർക്കുന്നത് കൊണ്ട് ഭയങ്കര ടേസ്റ്റാണ് ഈ കറിക്ക്. നമുക്ക് ഈ ഒരു കറി ഉണ്ടെങ്കിൽ ധാരാളമായിട്ട് ചോറുണ്ണാനായിട്ട് അത് ധാരാളം മതി. അപ്പം നിങ്ങൾ ഈ പടവലങ്ങയും ചെമ്മീനും ഇങ്ങനെ ഒരിക്കലും വെച്ച് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വറുത്തരച്ച് ഒന്ന് വെച്ച് നോക്കൂ കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ താളിച്ചൊഴിച്ചിട്ടുണ്ട്, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കറിയൊക്കെ
അപാര ടേസ്റ്റിലുള്ള വറുത്തരച്ച കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ സമയത്ത് നമുക്കിത് അടച്ചു വെച്ച് പിന്നെ തണുക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഞാനത് അടുപ്പിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചു. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണമായിരുന്നു. അതിനുവേണ്ടി ഞാനൊരു കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പടവലങ്ങ ചെമ്മീൻ വറുത്തരച്ച കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മുടെ ചെറിയ ചെമ്മീൻ കിട്ടുന്ന സമയത്ത് ഇത് നന്നായിട്ടൊന്ന് ഭയങ്കര ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലൊരു നല്ല വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും ബൈ.